നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികളും സാമൂഹ്യ സേവനവും എന്ന വിഷയത്തെ കുറിച്ചാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി സേവനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ്. അതെ, സാമൂഹ്യ സേവനം ഓരോ കുട്ടിയുടെയും കടമയാണ്. കുട്ടികളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കുട്ടികൾ ബോധവാന്മാരാകണം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സ്വന്തം വീട്, കുടുംബം എന്നതുപോലെ തന്നെ അവരവർ ജീവിക്കുന്ന സമൂഹവും പ്രാധാന്യമുള്ളതാണ്. പൗരബോധം, സ്വതന്ത്രബോധം, സാഹോദര്യം, സമത്വം എന്നിവയെല്ലാം ചെറുപ്പം മുതലേ കൈമുതലാക്കുന്നത് സമൂഹത്തിൽ നിന്നുമാണ്. സാമൂഹിക സേവനം എന്നത് ഓരോ കുട്ടിയുടെയും പഠനത്തിന്റെ ഭാഗമാക്കണം. സമൂഹത്തിനും മറ്റു ആളുകൾക്കും ആവശ്യമായ സാങ്കേതിക, മാനസിക, സാമൂഹിക പിന്തുണ നൽകുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലതായ മാറ്റങ്ങൾ വരുത്തുകയുമാണ് സാമൂഹ്യ സേവനങ്ങളുടെ ലക്ഷ്യം. കുട്ടികളെ സാമൂഹ്യ സേവനത്തിൽ പങ്കാളികളാക്കുന്നത് അവരുടെ മാനവികതയുടെ വളർച്ചയ്ക്കോ സമൂഹത്തെ മെച്ചത്തിനും സഹായിക്കും. കുട്ടികളെ സാമൂഹ്യ സേവനത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് മൂലം അവരുടെ ആത്മവിശ്വാസവും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും വളർത്തുന്നതിന് സഹായിക്കുന്നു. എന്താണ് സാമൂഹ്യ സേവനം? നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ത് നല്ല കാര്യവും സേവനം തന്നെയാണ്. സമൂഹത്തെ സജീവമായി നിലനിർത്തുന്നതും ജീവനുള്ളതാക്കി തീർക്കുന്നതും സേവന മനോഭാവം തന്നെയാണ്. പരസ്പരം കൊടുക്കൽ വാങ്ങലുകളിലൂടെ അല്ലാതെ ഒരു സമൂഹവും വളരുകയില്ല. ഇന്നത്തെ മനുഷ്യർക്കിടയിൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. സേവനം എന്നത് പേരും പ്രശസ്തിയും നേടാനുള്ള മാർഗമോ ധനസമ്പാദനത്തിലുള്ള ഉപാധിയോ ആയി അധപ്പതിച്ചിരിക്കുന്നു എന്നത് വളരെ വേദനയോട് ഓർമ്മിപ്പിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാൻ മാത്രം നമ്മുടെ സമൂഹം തന്നെ സ്വാർത്ഥിയായിരിക്കുന്നു. സമ്പാദിക്കുക, ആനന്ദിക്കുക എന്നതായിരിക്കുന്നു ഇന്നത്തെ ചിന്താഗതി. അതിനായി മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ വേദനകൾ തൊട്ടറിയാനും എവിടെ നേരം കാപട്യമൊന്നുമില്ലാതെ മറ്റുള്ളവരോട് ചിരിക്കാനും നല്ല ഭാഷയിൽ സംസാരിക്കാനും പറ്റാത്ത വിധം സാധ്യതയുള്ളവരായി ഇന്നത്തെ കുട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മാറ്റം വരേണ്ടതുണ്ട്. സമൂഹത്തിന്റെ സ്ഥിതിഗതികളിൽ മാറ്റം സാധ്യമാക്കുന്നത് ഇന്നത്തെ കുട്ടികളിലൂടെയാണ്. ഓരോ കുട്ടിയും സമൂഹത്തിലെ ഒരു വിദ്യാലയത്തിന്റെ ഭാഗമാണ്. കുട്ടികൾ സാധ്യതയിൽ നിന്നും ഉണർന്ന് വിദ്യാലയത്തിൽ നിന്നു തന്നെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങട്ടെ. വിദ്യാലയവും പരിസരവും വൃത്തിയുള്ളതായി സൂക്ഷിക്കുക. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന സഹപാഠികളെ ചേർത്ത് പിടിക്കാനും ഒന്നിച്ച് പഠിച്ചോ പ്രവർത്തിച്ചോ സന്തോഷം കണ്ടെത്തുവാനും കുട്ടികൾ തയ്യാറാണ്.